ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 148. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 90. ഇതിലെ ദേവത വിശ്വദേവന്മാരാണ്. വിശ്വദേവത എന്ന് പറഞ്ഞാൽ വിശ്വത്തിലുള്ള ദേവന്മാർ. എത്ര ദേവന്മാരുണ്ട്? 33 കോടി ദേവതകളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലവരെ എല്ലാം എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പലതരത്തിലും സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട്, എല്ലാം അങ്ങനെ പലതരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന, മനുഷ്യനെ പലതരത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദേവതകൾ. എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ സൂര്യൻ സ്വാധീനിക്കുന്ന എന്താണ്? സൂര്യനെ അടുത്ത് നമുക്ക് തിന്നാനൊന്നും പറ്റില്ല. പക്ഷേ ആ സൂര്യൻ ഉദിക്കുകയും അതിൻ്റെ ഊർജം കിട്ടിയിട്ടെല്ലാം നമ്മൾ നിലനിൽക്കുന്നത്. സൂര്യനുള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായത്. എന്നാൽ മാങ്ങ ദേവതയാണ്. മാങ്ങ വിശപ്പ് വരുമ്പോൾ എടുത്ത് തിന്നാം. വെള്ളം ദേവതയാണ്. ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കാം. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും വ്യത്യസ്ത തരത്തിലാണ് നമ്മളെ സഹായിക്കുന്നത്. ആ തരത്തിൽ പ്രധാനപ്പെട്ട ചില ദേവതകളെ പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കഴിഞ്ഞതിലും ഇത് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇതിലും വരുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. പക്ഷേ ആ ദേവതകളെ പറ്റിയൊന്നും അധികം വിസ്തരിച്ചൊന്നും ഇവിടെ പറയില്ല. കുറേ ദേവതകളെ കുറച്ച് ഒന്നിച്ച് പേരെടുത്ത് ഇങ്ങനെ പറയും. അപ്പം അതേസമയം തന്നെ ഓരോ ദേവതയും ചിലപ്പോൾ വിസ്തരിച്ചിട്ട് വേറെ സൂക്തങ്ങളിലൂടെ പറഞ്ഞെന്ന് വരും. ഇപ്പം സൂര്യനെ പറ്റി സൂര്യൻ ദേവതയാണ്. സൂര്യനെ പറ്റി വേറെ ജലത്ത് പറയും, ജലത്തെപ്പറ്റി വേറൊരു സൂക്തത്തിൽ പറയും. ഇവിടെ സൂര്യൻ, ജലം ഇതെല്ലാം നമ്മളെ സഹായിക്കട്ടെ എന്നെല്ലാം തരത്തിലുള്ള പറച്ചിലാണ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ഓടിച്ചിട്ട് പോകാനേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷൻ, ഓരോ ദേവതകളെ പ്രധാനപ്പെട്ടതിന് നമുക്ക് പരിചയപ്പെടുത്തുന്നതായി കണ്ടാൽ മതി. അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 90-1. ഋഷി ഗൗതമൻ, ദേവതാ വിശ്വദേവന്മാർ, ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. ഋജു നീതീനോ വരുണോ മിത്രോ നയതു വിദ്വാൻ അര്യമാ ദേവൈസ ജോഷാഹ. വരുണൻ, മിത്രൻ, മറ്റു ദേവതകളോട് ചേർന്നുള്ള അര്യമ, ഇവരെല്ലാം നമ്മെ നേർവഴിക്ക് നയിക്കട്ടെ. ഇവിടെ വരുണൻ, മിത്രൻ, അതുപോലെ മറ്റു ദേവതകളോടെല്ലാം ചേർന്നുള്ള ആര്യമ, ഇവരെല്ലാം നമ്മെ നേർവഴിക്ക് നയിക്കട്ടെ. ഇവിടെ വരുണൻ ആരാണെന്ന് നമുക്കറിയാം. അത് ഓർബിറ്റാണ്. ഓർബിറ്റിലൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ്, ഓരോ പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കും. ഉദാഹരണമായിട്ട് സൂര്യൻ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത്. സൂര്യൻ വേറൊരു സ്ഥലത്ത്, എതിരെ സ്ഥലത്ത് വരുമ്പോൾ വൈകുന്നേരം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും, രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങും. ഇതെല്ലാം ഒരു ഗ്രഹങ്ങളുടെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓർബിറ്റുമായിട്ട് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്ന ഓർബിറ്റാണ്. അപ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യമാണ്. നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുമ്പോൾ അനുകൂല സാഹചര്യത്തിൽ ചെയ്യണം. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും. അപ്പോൾ അനുകൂല സാഹചര്യം, അതുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ മുഹൂർത്തങ്ങൾ നോക്കുന്നത്. അത് മിത്രത, മിത്രൻ നമ്മളെ കാര്യത്തിനെല്ലാം അനുകൂലമായി സഹകരിക്കുന്ന ഒരു ഘടകം. നമുക്കറിയാലോ, സൂര്യൻ പ്രത്യേക സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ ചെടികളെല്ലാം നടുന്നത്. അനുകൂല സമയത്ത് അല്ല, നട്ടുച്ച നേരത്ത് നമ്മൾ ചെടികൾ അധികം നടലില്ല. അപ്പം മിത്രഭാവത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ചെടികൾ നടുന്നത്. അതുപോലെയുള്ള ആര്യമ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നെല്ലാം വരുന്ന ആ പ്രകാശം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. പ്രകാശമെല്ലാം ഇത് ബന്ധപ്പെട്ടതാണ്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും വരുന്നുള്ള ചില ബലങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്.
നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പം അവയിൽ നിന്നും വരുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രകാശരൂപമായ ഊർജ്ജരൂപമായ ചില ശക്തികളെ ആര്യമ എന്ന് പറയും. അപ്പോൾ സൂര്യനിൽ നിന്ന് തന്നെയാണ്. അവരുടെ സൂര്യനെ തന്നെ ചിലപ്പോൾ ആര്യമ എന്നെല്ലാം പറയും. യഥാർത്ഥത്തിൽ അതിൽ നിന്നും പ്രകാശം കണക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ആ ബലങ്ങളെയാണ് ആര്യമം. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇവയെല്ലാം നമ്മളെ നേർവഴിക്ക് നയിക്കട്ടെ. അപ്പം ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന, അതിൻ്റെ ഓർബിറ്റിൽ നിന്നെല്ലാം വരുന്ന ഓർബിറ്റുകൾ, ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ നിന്ന് അപ്പോൾ വരുന്ന ശക്തികൾ അനുകൂലമായ സമയത്ത് നമ്മളെ ശരീരത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. ചില സമയത്ത് നമുക്ക് പ്രതികൂലമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ രോഗം വരാം, ആപത്തുകൾ വരാം. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 90-2 തേഹി വസ്വോ വസവാനാസ്തേ അപ്രമൂലാമഹോഭിഃ പ്രദാരക്ഷന്തേ വിശ്വാഹ. വരുണൻ, മിത്ര, അര്യമ തുടങ്ങിയ ദേവന്മാർ ധനം കൂടുതലുള്ള ആർക്കും കീഴ്പ്പെടാത്ത നിയമങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അവർ ധനം കൂടുതലുള്ളവർക്കൊന്നും അടിമപ്പെടില്ല. അത് അധികാര സ്ഥാനത്തുള്ളവർ അല്ലെങ്കിൽ പണം കൂടുതലുള്ളവർ, ഇവർക്കൊന്നും ഇവരെ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. ഈ വരുണനെയല്ല. നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവരെല്ലാം. നിയമത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വരുണനെല്ലാം നിയമത്തിൽ ഉറച്ചു നിന്നേ സഞ്ചരിക്കുകയുള്ളൂ. ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ ചിലവർക്ക് നല്ലതായിത്തീരും, ചിലവർക്ക് മോശമായിത്തീരും. അത് ആളുടെ പണമോ അധികാരമോ ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഭരണം നമുക്കെതിരാണെന്ന് വെച്ചോളൂ. അപ്പം നമുക്ക് വളരെ കഷ്ടപ്പാടുണ്ടാവുകയാണ് ഈ ഭരണക്കാരിൽ നിന്ന്. അത് ആ ഗ്രഹം അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും അവർ ഭരണമല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അധികാരമെല്ലാം ഉണ്ട് എന്നെല്ലാം ചിന്തിക്കും. പക്ഷെ അതേ ഗ്രഹം മാറിയിട്ട് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരും. അപ്പം ചിലപ്പോൾ ആ ഭരണം തന്നെ അങ്ങ് പൊളിഞ്ഞു പോയെന്നും വരും. അപ്പം ഈ നിയമങ്ങൾക്ക്, ഈ ഗ്രഹങ്ങൾ ചുറ്റുന്നതിനെ സ്വാധീനിക്കാനൊന്നും പണം കൊണ്ടോ അധികാരം കൊണ്ടോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് വിഷ്ണു പറഞ്ഞത്, എത്ര വലിയ ദുഷിച്ച ഭരണകർത്താക്കളായാലും അധർമ്മം പെരുകുമ്പോൾ ഞാൻ വന്നിട്ട് അതിനെ ഇല്ലാതാക്കും. ആ വരുന്നത് എപ്പോഴാണ്? ആ സമയമെത്തുമ്പോൾ എത്ര ഉയർന്ന സ്ഥാനത്ത് ഇരുന്നവരാണെങ്കിലും അവർ അവിടുന്ന് തെറിച്ചു പോകും. അപ്പോൾ സ്ഥാനമോ പണമോ അധികാരമോ ഒന്നും ഇവരെ സ്വാധീനിക്കാൻ പറ്റില്ല. ഏത് മിത്രനെയോ വരുണനെയോ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. അവരവരുടെ വഴിയിലൂടെ സഞ്ചരിക്കും. ഗ്രഹങ്ങൾ ഓരോ സമയത്ത് കാലം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പോകും. ഇതിൽ നിന്നാണ് കാലം ഉണ്ടാകുന്നത്. അപ്പം ചില സമയത്ത് വരുമ്പോൾ നമുക്ക് നല്ല കാലമായിരിക്കും, ശത്രുവിന് മോശമായിരിക്കും. ശത്രു എത്ര പണം ഉണ്ടായാലും അതുമായിട്ടൊന്നും അതിനൊരു ബന്ധമില്ല. ചില സമയത്ത് വരുമ്പോൾ നമുക്ക് നല്ലതാണെങ്കിലും മറ്റവന് എത്ര പണം ഉണ്ടായാലും എന്ത് അധികാര സ്ഥാനത്തിലുള്ളവരും അവർ തോറ്റുപോകും. അപ്പം ഈ ചലനങ്ങളെ, കാലങ്ങളെ പണവുമായിട്ടോ അധികാരവുമായിട്ടോ ഒന്നും സ്വാധീനിക്കാൻ പറ്റില്ല. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 90-3 തേ അസ്മഭ്യം ശർമ്മ യംസന്നമൃതാമർത്തേഭ്യഃ ബാധമാന അപദ്വിഷഃ. അമരത്വം പ്രാപിച്ച ദേവകൾ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കുകയും മരണശീലരായ മനുഷ്യരുടെ ആശ്രയദാതാക്കൾ ആയിരിക്കുകയും ചെയ്യും. അമരത്വം പ്രാപിച്ച ഇത്തരം ദേവതകൾ കല്ലും മാങ്ങയും ചക്കയൊന്നും അവരും അമരത്തന്മാർ. ഇപ്പം മാങ്ങ നശിച്ചു,
കല്ല് എന്ന് പറഞ്ഞാൽ കുറേ കാലം കിടക്കുമായിരിക്കും. എന്നാലും അമരത്വം പ്രാപിച്ച ദേവതകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളും സൂര്യനെ പോലെയുള്ളത്, നമ്മളെ സ്വാധീനിക്കുന്ന മരുത്തുക്കൾ പോലെയുള്ളത്, അവയെല്ലാം നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അവരെത്ര പ്രബലന്മാരായാലും അവ അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ, നമുക്ക് അനുകൂലമായ സ്ഥലത്ത് വരുമ്പോൾ ശത്രുക്കളെല്ലാം നിഷ്ഫലമായി പോകും. അത് മരണശീലരായ മനുഷ്യരുടെ ആശ്രയസ്ഥാനമാണ്. അപ്പം നമ്മൾക്കെല്ലാം ആശ്രയമായി നിൽക്കുന്നുണ്ട്. നമുക്ക് എത്രയോ ശത്രുക്കളുടെ ഇടക്കലം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പലതരം ശത്രുക്കളുണ്ട്. ഇപ്പം രോഗാണുക്കൾ പോലും നമുക്ക് ശത്രുക്കളാണ്. കാലാവസ്ഥ നമുക്ക് ശത്രുക്കളായി തീരുന്നുണ്ട്. പൊടിപടലങ്ങൾ നമുക്ക് ശത്രുവായിട്ട് തീർക്കുന്നുണ്ട്, രോഗം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലതരം ശത്രുക്കളെ, തടസ്സങ്ങളുടെ ഇടക്കലാണ് ജീവിക്കുന്നത്. അതിൽ നിന്നെല്ലാം നമ്മളെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ്. നമ്മൾ എത്ര കാലം വരെ ജീവിക്കണോ അതുവരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളെ ജനിപ്പിക്കുന്ന ഓരോ കർമ്മം ചെയ്യാനാണ്. നമ്മളിപ്പോൾ ഒരു 100 വയസ്സ് വരെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 വയസ്സ് വരെ ചെയ്യാനുള്ള ജോലിയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളെ 100 വയസ്സ് വരെ അത് ജീവിപ്പിക്കും. എന്ത് തരം പ്രശ്നങ്ങൾ ഇവിടെ ആയാലും, എന്ത് തരം രോഗം നമ്മൾ പിടിപെട്ടാലും ആ ശത്രുതയെല്ലാം അത് തട്ടി മാറ്റും. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 90-4. വിനപഥാസു വിദായ ചിയന്തും ഇന്ദ്രോ മരുത പൂഷഭഗോ വന്ദ്യാസഹ. ഇന്ദ്രൻ, മരുദ്ഗണം, പൂഷാവ്, ഭഗൻ എന്നീ സ്തുത്യരായ ദേവഗണങ്ങൾ നമ്മെ നല്ല മാർഗങ്ങളിൽ കൂടി നയിക്കണമേ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ പൂർത്തീകരിക്കുന്നതിന് അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് നമ്മൾ മുമ്പേ കണ്ടു കഴിഞ്ഞു. മരുദ്ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഓരോ കൂട്ടങ്ങളാണ്. അങ്ങനെ 49 കൂട്ടങ്ങളുണ്ട്. അതിനാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം 49 മരുത്തുക്കളുടെ കൂട്ടമാണ്. പ്രപഞ്ചഘടനയിൽ നമ്മൾ പറഞ്ഞതാണ്. അതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിലല്ല, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതചക്രവും മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം മരുത്തുക്കൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മഴ പെയ്യ്ക്കാൻ എല്ലാത്തിനും. നമ്മുടെ കൃതയുഗം, ത്രേതായുഗം, ഈ വ്യത്യാസങ്ങളെല്ലാം ഇത്തരം കാലം പ്രത്യേക തരത്തിലുണ്ടല്ലോ. കൃതയുഗമാരിയല്ല ത്രേതായുഗത്തിലെ ജീവിതം, ദ്വാപരയുഗം, കലിയുഗം, ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടം. ഇതെല്ലാം ഓരോ ജീവിത ശൈലികൾ വ്യത്യാസമാണ്. ഇതിനെല്ലാം കാരണം സൂര്യനും ഗ്രഹങ്ങളും മാത്രമല്ല, ഈ മരുത്തുക്കളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് മാറിക്കൊണ്ട് പോകുന്നത്. പുഷാവ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്. ഭഗൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യങ്ങളെല്ലാം തരുന്ന ശക്തിവിശേഷം. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് ഐശ്വര്യങ്ങൾ തരുന്നത്. ഇവരെല്ലാം നമ്മളെ നല്ല മാർഗത്തിൽ കൂടി നയിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ പല ദേവതകളെ നമ്മളെ അനശ്വരമായ അമരത്വം തികഞ്ഞ ചില ദേവതകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 90-5. ഉദനോധിയോ ഗോ അഗ്രാ പൂഷൻ വിഷ്ണവേവ യാവഹ കർത്താന സ്വസ്തിമതഃ. പൂഷാവും വിഷ്ണുവും ഞങ്ങളെ ഗോക്കൾ ലഭ്യമാകുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കണമേ. അവർ ഞങ്ങൾക്ക് മംഗളദായകർ ആയിരിക്കണമേ. പുഷാവെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. പുഷാവ് എന്ന് പറയുമ്പോൾ സൂര്യനാണെന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യൻ മാത്രമല്ല, സൂര്യൻ രാത്രിയുടെ ചില യാമങ്ങളിലുള്ള സൂര്യൻ്റെ അപ്രകൃതി, ആ സ്വാധീനം, നമ്മളിലുള്ള സ്വാധീനം, രാത്രിക്ക് പല സമയത്തും നമ്മളിലുള്ള സ്വാധീനം പലതരത്തിലാണ്. നമുക്കറിയാലോ, ചിലവർക്ക് രാത്രി പുലരാൻ പോകുമ്പോഴായിരിക്കും നല്ല ഉറക്കം ഉണ്ടാവുക. ബാക്കിയുള്ള ആദ്യമൊന്നും ഉറങ്ങില്ല. ചിലവർ
രാത്രി കട്ടിൽ പോയി വീണ ഉടനെ തന്നെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എണീക്കും. ചിലവർ ഉറക്കം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നട്ട് അർദ്ധരാത്രിയിൽ കയറിയിട്ട് എണീച്ചിരുന്നിട്ട്. അപ്പോൾ ഓരോ ആൾക്കും ആ സൂര്യൻ്റെ ഇൻഫ്ലുവൻസ് പലതരത്തിലാണ്. അതിൽ വരുന്നതാണ് സൂര്യൻ പുഷാപ്പായിട്ട് എടുക്കണം. എന്നിട്ട് ആ പുഷാപ്പോട് പറയാണ്, ഉത്തമനായ വിഷ്ണുവോടും കൂടി ചേർന്ന് വരികയാണ്, ഞങ്ങൾ ഗോക്കൾ ലഭ്യമാക്കുന്ന കർമ്മങ്ങൾ ഏർപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കണേ എന്ന് പറയുകയാണ്. പശുക്കളെ നൽകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ പ്രേരിപ്പിക്കണേ. പശുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്തായിട്ടെടുക്കാം? ധനമെന്ന നിലയിലെടുക്കാം. കാരണം പണ്ട് കാലത്ത് ധനമെന്ന് പറയുന്നത് പശുവാണ്. അല്ലെ ഔട്ട്പുട്ട് എന്ന നിലയിലെടുക്കാം. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം കിട്ടാൻ, ധനം കിട്ടാൻ, ഔട്ട്പുട്ട് കിട്ടാൻ. അപ്പം ഫലം കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫലം നൽകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കണേ എന്ന് പറയുകയാണ്. നമ്മൾ ജനിച്ചതിന് എന്തിനാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിഷ്ണുവാണ് അത് നോക്കി അടക്കുന്ന ശക്തി. അതായത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തല്ലോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത്? ലോകം പുരോഗമിക്കുകയാണ്. ആ പുരോഗമിക്കുന്ന പ്രവർത്തനത്തിൽ നമ്മളും പങ്കെടുത്തിട്ട് ചില കർമ്മങ്ങൾ ചെയ്യണം. അതിനെ ഏകോപിപ്പിച്ച് നോക്കി നടക്കുന്ന ശക്തി വിശേഷമായിട്ട് വിഷ്ണുവിനെ കണ്ടാൽ മതി. അപ്പം വിഷ്ണുവോട് പറയുകയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുക. അപ്പം വിഷ്ണു തന്നെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് മംഗളകരമാകണേ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മംഗളകരമാകണേ. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് കഷ്ടപ്പാട് ദുരിതത്തിലേക്ക് നയിക്കരുത്. നല്ല സുഖമായിട്ട് കർമ്മം ചെയ്തു. പണ്ട് കാലത്തെല്ലാം കിളക്കണ്ടിക്കലെല്ലാം എത്ര പാടാണ്. ഇപ്പോൾ അതല്ലാതെ കിളക്കണ്ട മെഷീനെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് പോയാൽ മതി. അതാണ് മംഗളകരമാക്കി തീർക്കുക. നമ്മളെ കർമ്മങ്ങളെല്ലാം വളരെ ലളിതമായി സുഖമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെയ്യാൻ എന്ന തരത്തിലാക്കി തീർക്കണേ എന്ന് ആരോടാണ് പറയേണ്ടത്? വിഷ്ണുവോട് തന്നെയാണ് പറയേണ്ടത്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 90-6 മധു വാദ ഹൃദായതേ മധുക്ഷരന്തി സിന്ധവക മാധീർണ സന്തോഷദിഹി. യാഗം നടത്തുന്നവർക്ക് വേണ്ടി വായുവും നദികളും ഔഷധികളും മധു വർഷിക്കുന്നവ ആകേണമേ. ഈ യജ്ഞങ്ങളെല്ലാം നടത്തുന്നവ നമുക്ക് വേണ്ടിയിട്ട് എന്ത് പറയുകയാണ്? വായു, ശുദ്ധമായ വായു ലഭിക്കണം. യജ്ഞം ചെയ്യുമ്പോൾ നല്ല വായു എല്ലാം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യാൻ നല്ല സുഖമാണ്. അടുക്കളയിൽ പുകയുള്ള അടുപ്പിലെല്ലാം ആണെങ്കിൽ പുകയുന്ന അടുപ്പിലെല്ലാം കിടന്നിട്ട് ജോലി ചെയ്യുമ്പോൾ എന്തെല്ലാമായിരിക്കും? ആകെ ശല്യം, പുകയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പണ്ട് കാലത്തെല്ലാം അടുപ്പ് ഊതുക, ഇത് മര്യാദയ്ക്ക് കത്തൂല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പാചകം ചെയ്യുന്ന ആ സ്ത്രീകളെ പണ്ട് പാചകം ചെയ്യുന്നതിനെ പറ്റിയല്ല. ഇപ്പം അതില്ല. ഇപ്പം എല്ലാം ഗ്യാസായതുകൊണ്ട് അങ്ങനെയാണ്. അവിടെയെല്ലാം ശുദ്ധമായ വായു, നദികളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സുഖകരമാണ്. വെള്ളമെല്ലാം യഥേഷ്ടം കിട്ടും. അല്ലെങ്കിൽ പോയി കിണറ്റിൽ വിളിച്ച് ചെടിക്കെല്ലാം നനക്കണം. നദികളെല്ലാം വരികയാണെങ്കിൽ എളുപ്പമാണ്. ഔഷധങ്ങൾ, നമുക്ക് രോഗമെല്ലാം വരുമ്പോൾ എന്ത് വേണം? ഔഷധം ദേവതയാണ്. നമുക്ക് രോഗം വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഔഷധങ്ങൾ വരണം. ഇതെല്ലാം ദേവതകളാണ്. അതെല്ലാം നമുക്ക് ഗുണം വർഷിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന മറ്റു ചില ദേവതകൾ, ഔഷധ ദേവതയാണ്, വായുദേവതയാണ്, നദികൾ ദേവതയാണ്. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 90-7 മധുനക്തം ഉദോഷസോ മധുമത് പാർത്ഥിവം രജഹ മധുദൗർ അസ്തു നപ്പിതാം. രാത്രിയും പകലും മധുരമയം ആകേണമേ. സൂര്യൻ മധു വർഷം നടത്തേണമേ. ഗോക്കൾ നമുക്ക് മധുരമായ പാൽ നൽകണമേ. രാത്രിയും പകലും മധുരകരമാകണേ. അല്ലെങ്കിൽ
മധുരമയമാകണേ, അല്ലെങ്കിൽ സുഖപൂർണമാകണേ എന്നെല്ലാം പറയുകയാണ്. രാത്രി ദേവതയാണ്, പകല് ദേവതയാണ്. നമ്മൾ പല കർമ്മങ്ങളെല്ലാം പകലാണ് ചെയ്യുക, ചിലത് രാത്രിയാണ് ചെയ്യുക. അപ്പം അതെല്ലാം സുഖകരമാക്കണേ, അവരെല്ലാം അനുകൂലമാണെങ്കിൽ. ഇപ്പം പല ദേവതകളിൽ രാത്രി ദേവതയാണ്, പകല് ദേവതയാണ്. പിന്നെന്താ, സൂര്യൻ മധുവർഷം നടത്തണേ. സൂര്യൻ നമുക്ക് മധുവർഷം നടത്തണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്ക് നല്ല മഴ പെയ്യിപ്പിക്കണേ എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നയിച്ചുകൊണ്ട് നല്ല സുഭിക്ഷതയിലേക്ക് നയിക്കണേ എന്ന അർത്ഥവും ഉണ്ട്. സൂര്യനാണല്ലോ ഈ ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഗോക്കൾ നമുക്ക് നല്ല പാല് നൽകണേ. ഇപ്പം സൂര്യൻ തന്നെയാണ് ചെടികളെല്ലാം. മധുവർഷം ചെയ്യാന്ന് പറഞ്ഞാൽ ചെടികളെല്ലാം ചില പ്രത്യേക സീസൺസിലാണ് വളർന്നിട്ട് നല്ല പൂക്കളും കായ്ക്കളും എല്ലാം ഉണ്ടാവുക, കായകളെല്ലാം ഉണ്ടാവുക. ചില സമയങ്ങളിൽ, എല്ലാ സമയത്തുമാണ്. മഞ്ഞുകാലത്ത് അങ്ങനെ ഉണ്ടാവില്ല. അപ്പം അതെല്ലാം സൂര്യനാണ് മധുവർഷിക്കുന്നത്. അതുപോലെ തന്നെ ഗോക്കൾ നമുക്ക് മധുരമായ പാല് നൽകണേ. ഗോക്കൾ പാല് കിട്ടണ്ടിക്കലും പല ഘടകങ്ങളും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതിനിതെല്ലാം സഹായിക്കണേ. അപ്പം പുല്ല് ദേവതയാണ്. നല്ല പോഷകമൂല്യമുള്ള പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾ നല്ല പാല് തരും. അപ്പോൾ പശുക്കളിൽ നിന്ന് പാല് കിട്ടണ്ടിക്ക് പല ദേവതകൾ നമുക്ക് സഹായകമായിട്ട് വേണം. ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദേവതകളെയും പറ്റിയുള്ള വേറൊരു പരാമർശമായിട്ട് കാണാം. ഇനി നമുക്ക് 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 98. മധുമാന്യോ വനസ്പതിർ മധുമാമസ്തു സൂര്യഃ മാതിർഗാവോ ഭവന്തു നഃ. വനസ്പതികൾ മധുരമുള്ളവയാകണമേ, സൂര്യൻ മധുവർഷം നടത്തണമേ, ഗോക്കൾ നമുക്ക് മധുരമായ പാൽ നൽകണമേ. വനസ്പതികൾ മധുരകരമാകണേ. വനസ്പതികൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ എന്ന അർത്ഥമുണ്ട്. വനസ്പതി എന്ന സസ്യ ആഹാരം എന്ന അർത്ഥത്തിലുണ്ട്. അതെല്ലാം മധുരകരമാകണേ എന്ന് പറഞ്ഞാൽ എല്ലാതരം സസ്യങ്ങളും നല്ല ഫലഭൂയിഷ്ടമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം നൽകണേ. നീര് വേണ്ടതാണെങ്കിൽ നീര് നൽകണം, പഴം വേണ്ടതാണെങ്കിൽ പഴം നൽകണം, തടി വേണ്ടതാണെങ്കിൽ തടി നൽകണം. ഇതെല്ലാം ദേവതകളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആശ്രയിക്കുന്ന വസ്തുക്കളാണ് ഇതെല്ലാം. വനസ്പതികൾ, ചെടികൾ, മരങ്ങൾ, വനങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. വനസ്പതികൾ, സൂര്യൻ മധുവർഷം ചൊരിയണേ, ഗോക്കൾ നമുക്ക് മധുരമായ പാൽ നൽകണേ എന്നെല്ലാം അതിൻ്റെ കൂട്ടത്ത് പറയുകയാണ്. ഇതെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പ്രത്യേക സീസണാകുമ്പോൾ നല്ലവണ്ണം ചെടികളെല്ലാം വളരും, പശുക്കൾ നല്ലവണ്ണം പാലും തരും. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 90-9. ശംനോ മിത്ര ശം വരുണ ശംനോ ഭവത്യര്യമ ശംന ഇന്ദ്രോ ബൃഹസ്പതി ശംനോ വിഷ്ണുരുക്രമഃ. മിത്രനും വരുണനും ഇന്ദ്രനും ബൃഹസ്പതിയും 3 ലോകവും അളന്ന പാദങ്ങളോടുകൂടിയ വിഷ്ണുവും നമുക്ക് സുഖദാതാക്കളായി ഭവിക്കണമേ. നീ എല്ലാം കൂടി ഇത് ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞിട്ട് ഈ വിശ്വദേവതകൾ എന്ന ആ സൂക്തം ഇവിടെ അവസാനിക്കും. ഇനി വേറെ എടുത്തും വിശ്വദേവതകൾ മറ്റ് വേറെ പലതും പറയും. ഇപ്പം ഇവിടെ ആരെല്ലാം പറയുന്നത്? മിത്രൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, വരുണൻ, ഇന്ദ്രൻ, ബൃഹസ്പതി. ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴമായിട്ട് എടുത്താൽ മതി. ഗ്രഹങ്ങൾ. പിന്നെയോ 3 ലോകം. 3 ലോകം എന്ന് പറയുന്നത് 49 മരുത്തുക്കൾ കൂടിയതാണ്. 3 ലോകവും. ആ 3 ലോകവും അളന്ന വിഷ്ണുവും. അപ്പം ഈ ലോകത്തെ 3നെ അളക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ 3ആയി തിരിച്ചിട്ടുണ്ട് എല്ലാം. സുഖം, ദുഃഖം, മധ്യമം. കഴിഞ്ഞത് ഭൂതം, ഭാവി, വർത്തമാനം. അല്ലെങ്കിൽ ഭൂലോകം, അല്ല ഭൂമി, സ്വർഗം, പാതാളം. അല്ലെ എങ്ങനെയെങ്കിലും ഒരു 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് എല്ലാത്തിനും. ഇതെല്ലാം വിഷ്ണു പാദം വെച്ചിട്ടാണ് 3ആയിട്ട് തിരിഞ്ഞത്. ഇവരെല്ലാം നമുക്ക് സുഖദാതാക്കളാകണേ എന്ന് പറയുകയാണ്.
ഇവരെല്ലാം കൂടിയാൽ ഇവരെല്ലാം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സുഖം കിട്ടുകയുള്ളൂ. അപ്പം നമ്മളെ സ്വാധീനിക്കുന്ന പല, ഉദാഹരണമായിട്ട് നമുക്ക് ജലം തന്നെ, നമ്മളെ ജീവിതം സുഖകരമാകേണ്ടിക്ക് ജലം വേണ്ടേ? ചില നാട്ടിലെല്ലാം ജലമില്ലാതെ കൊണ്ട് സ്ത്രീകളെ രാവിലെ എഴുന്നേറ്റ് എവിടെയെല്ലോ പോയിട്ട് തലയിൽ ചുമന്ന് കെട്ടി വെള്ളം കൊണ്ടുവരണം. അപ്പം വെള്ളം കനിയാതെ കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ നമുക്കിപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു കാലത്ത് പ്രശ്നമായിരുന്നു, കിണറ്റിൽ ഇങ്ങനെ വലിക്കണം. പക്ഷെ കാലം മാറിയപ്പോൾ, നല്ല കാലം വന്നപ്പോൾ ഇപ്പം ടാപ്പ് തുറന്നാൽ മതി. അപ്പം ഇതെല്ലാം കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് സുഖകരമായിട്ട് മാറുകയാണ് ഇതെല്ലാം. പണ്ട് അതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഓരോന്നും ലോകം മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പം ജീവിതം സുഖകരമാകുകയാണ്. ഇതെല്ലാം ഇവരെല്ലാം സഹകരിച്ചുകൊണ്ടാണ് സാധിക്കുന്നത്.